ഇവിടെ ഈ കല്യാണി മരിച്ചു പോകുമെന്ന ഘട്ടത്തില് അവൾക്ക് വേണ്ടി പോരാടിയ അവളുടെ സാറ് അവളുടെ ജീവൻ കാലന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. ചേച്ചി പറഞ്ഞ കഥയിൽ സ്വന്തം ഭർത്താവിന്റെ ജീവന് ഭാര്യ രക്ഷിച്ചത്. ഇവിടെ സ്വന്തം സ്റ്റുഡന്റിന്റെ ജീവന് മാഷ് രക്ഷിച്ചത്. ഞാൻ ടിവിയിലെ സ്ക്രോളിംഗ് കണ്ടിട്ടാ താങ്കളെ വിളിച്ചത്. എന്റെയും അതേ ബ്ലഡ് ഗ്രൂപ്പാണ്, ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. സാറിൻ്റെത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണോ? അതെ, ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഗ്രീൻ ചാനൽ വഴി ബ്ലഡ് ഞങ്ങൾ എത്രയും വേഗം ഇവിടെ എത്തിച്ചോളാം. ഞാനിപ്പോ തന്നെ എന്റെ അഡ്രസ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഒന്ന് വേഗം അയക്കൂ സാർ. ഞാൻ മഹി ഒന്ന് വിളിക്കട്ടെ. ഞാനും പേടിച്ചമ്മ, ഇവരുടെയൊക്കെ ഇടയില് അമ്മയെ തനിച്ചാക്കി പോകേണ്ടി വരുമെന്ന് ഞാനും പേടിച്ചു. പക്ഷെ മഹിസാറ് നിങ്ങളെ വിട്ടു പോവാൻ എന്നെ അനുവദിച്ചില്ലല്ലോ. ആളൊരു പാവമാ, സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു പാവം. വിവാഹത്തിന് മുമ്പുള്ള എന്റെ ജീവിതത്തിൽ നീ എന്നും എനിക്കൊരു തടസ്സമായിരുന്നു ചിന്നു. ഇനി ഇവിടെയും നീ ഒരു തടസ്സമായിട്ട് നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. രമാദേവി ഒരിക്കലും നിന്നെ അവരുടെ മരുമകളായി അംഗീകരിക്കില്ല. നീ എന്നും ഒരു അടുക്കളക്കാരിയായി ജീവിച്ച് അടുക്കളക്കാരിയായിട്ട് തന്നെ മരിക്കണം. എന്തോ വലിയ ആലോചനയിലാന്ന് തോന്നുന്നു. എന്ത് പറ്റി? ഒന്നുമില്ല സാർ, ഓരോന്ന് ആലോചിച്ചിങ്ങനെ. ഇങ്ങനെ ടെൻഷനാവും മാത്രം ഇവിടെ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായേ? മഹിയുടെ കാര്യത്തില് അമ്മ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലേ? നമ്മുടെ കാര്യത്തിലും അമ്മ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു. എത്രയും വേഗം നിന്നെ അംഗീകരിക്കുന്ന ചടങ്ങ് നടക്കും. അതോടെ നീ ആഗ്രഹിക്കുന്ന അംഗീകാരവും നിനക്ക് കിട്ടും. പിന്നെ എന്ത് പ്രശ്നമുള്ളത്? പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ സാർ. എന്നെ പോലൊരു പാവം കുട്ടിയല്ല ദക്ഷ. സംസ്ഥാനത്തെ ഏറ്റവും പവർഫുള്ളായ മിനിസ്റ്ററുടെ മകളാവള്. ഇട്ടുമൂടാനുള്ള സ്വത്തും കുടുംബ മഹിമയും ഉള്ളവള്. അവൾ ഈ വീട്ടിൽ മരുമകളായി വന്നു കഴിഞ്ഞാ പിന്നെ അമ്മയുടെ മനസ്സിൽ എന്റെ സ്ഥാനം എന്താണെന്ന് സാറിന് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അതിനല്ലേ നമ്മുടെ ഫംഗ്ഷൻ. അതിങ്ങനെ നീണ്ടു പോവുമല്ലേ സാർ? എല്ലാം തീരുമാനിച്ചുറപ്പിച്ചാണെന്ന് അമ്മ പറഞ്ഞു. അതേ അമ്മയാണ് ദക്ഷയും മഹിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്താൻ പോകുന്നത്. എന്താണ് സാർ ഇതിന്റെയൊക്കെ അർത്ഥം? സാറിന് എന്തെങ്കിലും പിടികിട്ടിയോ? ഐശ്വര്യ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഈ വീട്ടിൽ മരുമകൾ എന്ന അധികാരം കിട്ടുന്നതിന് മുന്നേ തന്നെ ദക്ഷയ്ക്ക് ഈ വീട്ടിൽ മരുമകൾ സ്ഥാനം കിട്ടും. പിന്നെ അവൾ എന്നെ പോലെയല്ല, നല്ല സാമർത്ഥ്യം അതിബുദ്ധിയുള്ളവളാ. അതിന് ദക്ഷ ഈ വീട്ടിൽ മരുമകളായി കഴിഞ്ഞാൽ പിന്നെ ശിഷ്ടകാലം മുഴുവൻ എന്റെ ധർമ്മ കല്യാണത്തിന്റെ അപമാനവും സഹിച്ച് ഒരു വളർത്തു മൃഗം പോലെ ഞാൻ ഇവിടെ ജീവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ സാറിന് മനസ്സിലായോ? അമ്മ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റം ഉണ്ടാവില്ലെന്ന് നിനക്കറിയില്ലേ? അമ്മയുടെ തീരുമാനങ്ങളെ ഞാൻ എങ്ങനെ എതിർക്കുന്നേ? നമുക്ക് അവകാശപ്പെട്ടതെല്ലാം സാർ ഇപ്പൊ തന്നെ ചോദിച്ചു വാങ്ങിക്കണം. അതിനുവേണ്ട നീക്കങ്ങള് ഉടനെ തന്നെ തുടങ്ങണം. അല്ലെങ്കിൽ വൈകാതെ ഈ സ്വത്തുക്കളെല്ലാം ദക്ഷയുടെ നിയന്ത്രണത്തിലാവും. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. എനിക്ക് സ്വത്തുക്കളിൽ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല. എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ സാർ ഈ വീട്ടിൽ രാജാവായി വാണിരുന്ന ആളാ. അധികം വൈകാതെ ദക്ഷയുടെ ഇൻഫ്ലുവൻസിൽ ഇനി മഹി കമ്പനിയുടെ MD ആവും. അങ്ങനൊരവസ്ഥ താങ്ങാനുള്ള കരുത്ത് സാറിനുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടുള്ളൂ. അവകാശപ്പെട്ടത് ചോദിച്ചു വാങ്ങിക്കണം.
അതിനെന്ത് മാർഗം സ്വീകരിക്കേണ്ടി വന്നാലും സാറ് മടി കാണിക്കരുത്. എന്തുപറ്റി? ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാനാവില്ലല്ലോ. എന്നെ രക്ഷപ്പെടുത്തിയത് നിങ്ങളല്ലേ. ഞാനിപ്പോ ഇവിടെ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾ കാരണമല്ലേ. അല്ല കുട്ടി, കുട്ടി ഇപ്പോ ജീവിച്ചിരിക്കുന്നത് ആ മാഷ് കാരണമാ. ആ മാഷിന്റെ പേരെന്താ? മഹി. ദേ കണ്ടില്ലേ, മാഷിന്റെ പേര് പറഞ്ഞപ്പോ BP നോർമലായി. ശരീരത്തിലെ ചോര കുറഞ്ഞിട്ട് വിളറി വെളുത്തു കിടന്ന കുട്ടിയാ. ഇതിപ്പോ സാറിന്റെ പേര് കേട്ടതും കവിളൊക്കെ തുടുത്ത് രക്തപ്രസാദം വന്നു. ഇതാണ് പ്രേമത്തിന്റെ ശക്തി. മരുന്നിനും മന്ത്രത്തിനും ഒന്നും ഇല്ലാത്തൊരു പവർ അതിനുണ്ട്. പുരാണത്തിലൊരു കഥയുണ്ട്. സത്യവാൻ സാവിത്രി എന്ന ആ കഥയുടെ പേര്. തന്റെ ഭർത്താവിന്റെ ജീവൻ മരണത്തിന്റെ ദേവനായ കാലം വന്ന് എടുത്തോണ്ട് പോയപ്പോ അദ്ദേഹത്തോട് പോരാടി ജയിച്ച് ഭർത്താവിന്റെ ജീവൻ വീണ്ടെടുത്ത പതിവ്രതയായ ഭാര്യ സാവിത്രി. ഇവിടെ ഈ കല്യാണി മരിച്ചുപോകുമെന്ന ഘട്ടത്തില് അവൾക്ക് വേണ്ടി പോരാടിയ അവളുടെ സാറ് അവളുടെ ജീവൻ കാലന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. ചേച്ചി പറഞ്ഞ കഥയിൽ സ്വന്തം ഭർത്താവിന്റെ ജീവന ഭാര്യ രക്ഷിച്ചത്. ഇവിടെ സ്വന്തം സ്റ്റുഡന്റിന്റെ ജീവന മാഷ് രക്ഷിച്ചത്. ആ ചെങ്ങാതിയുടെ കരച്ചിലും പിഴിച്ചിലും ബഹളങ്ങളും ഒക്കെ ഇവിടെ കണ്ടപ്പോ വെറൊരു മാഷും കുട്ടിയായിട്ടൊന്നും അല്ല എനിക്ക് തോന്നിയത്. പിന്നെ ശരിക്കും ഒരു ആത്മബന്ധം തന്നെയാണിത്, അല്ലേ മോളെ? ചേച്ചിയുടെ കഥയിൽ കാലനുമായി ഭാര്യ ഭർത്താവിന് വേണ്ടി പോരാടി. ഇവിടെ ശിവന്റെ അമ്പലത്തില് അധ്യാപകൻ വിദ്യാർത്ഥിയുടെ ജീവന് വേണ്ടി 108 ശയന പ്രദക്ഷിണം നടത്തി. ശയനപ്രദക്ഷിണം കഴിഞ്ഞ് ഇവിടേക്ക് വന്നവരെ ഒന്ന് കാണേണ്ടതായിരുന്നു. രോഗി അകത്ത് കിടക്കുന്ന കല്യാണിയാണോ, കല്യാണി ഇവിടെ കൊണ്ടുവന്ന സാറാണോ എന്ന് ഞങ്ങൾക്ക് പിടികിട്ടാത്ത അവസ്ഥയായിരുന്നു.